നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമുസ് കടലിടുക്കിലെ എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങി ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ. ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യ 2019 മെയ് മുതൽ US സമ്മർദ്ദം കാരണം ഇറാനെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ നിലവിലെ പ്രതിസന്ധിയാണ് ഈ ഇറക്കുമതിക്ക് പിന്നിലെ ഒരു പ്രശ്നമെന്നാണ് എണ്ണ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. മധ്യപൂർവ്വദേശത്തെ വിതരണ തടസ്സങ്ങൾക്കിടയിലും ഇന്ത്യൻ ശുദ്ധീകരണശാലകൾ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ആവശ്യകതകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഹോർമുസ് വഴി ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിലെ ഇറാൻ പറയുന്നത്. എന്നാൽ തന്നെ ഒറ്റ വരിയിൽ 8 കപ്പലുകളാണ് ഇന്ത്യയുടെ കൊടിവെച്ച് രാജകീയമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയത്. ഇന്ത്യൻ കപ്പലുകൾക്ക് നാവികസേന, അതായത് ഇന്ത്യയുടെ നാവികസേന തന്നെ വലിയ രീതിയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇറാനിയൻ എണ്ണ ഇറക്കുമതിക്ക് പേയ്മെന്റ് തടസ്സങ്ങളില്ല എന്നാണ് പെട്രോളിയം പാതക മന്ത്രാലയം എക്സിൽ കുറിച്ചത്. വിതരണക്ഷാമം കുറയ്ക്കാൻ കഴിഞ്ഞ 3 മാസം അമേരിക്ക ഇറാനിയൻ എണ്ണയുടെ ഉപരോധം താത്കാലികമായി നീക്കിയിരുന്നു. വരും ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും മാസങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ ആവശ്യകതകൾ ഇന്ത്യ ഉറപ്പാക്കിയതായി മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വാണിജ്യപരമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഉറവിടങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായ സ്ഥലങ്ങളിൽ നിന്നും എണ്ണ ശേഖരിക്കാൻ കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനിടെ 44,000 മെട്രിക് ടൺ ഇറാനിയൻ ദ്രവീകൃത പെട്രോളിയം വാതക ഉപരോധം നേരിടുന്ന ഒരു കപ്പലിൽ ഇന്ത്യ വാങ്ങിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച മംഗലാപുരം തുറമുഖത്തെത്തിയ കപ്പൽ ഈ ഇന്ധനം ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രാലയം പറയുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിലെ LPG ക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. അതിനിടെ പേയ്മെന്റ് പ്രശ്നം കാരണം കപ്പൽ വഴിതിരിച്ചു വിട്ടുവെന്ന റിപ്പോർട്ടുകൾ മന്ത്രാലയം തള്ളുകയാണ്. പേയ്മെന്റ് പ്രശ്നങ്ങൾ കാരണം ഇറാനിയൻ ക്രൂഡ് വഹിച്ച ഒരു ടാങ്കർ ലക്ഷ്യസ്ഥാനം മാറ്റിയിരുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ വിശദീകരണവുമായി മന്ത്രാലയം എത്തിയത്. ബിൽ ഓഫ് ലീഡിംഗിൽ രേഖപ്പെടുത്തുന്ന ലക്ഷ്യസ്ഥാനങ്ങൾ താത്കാലികമാണ് എന്നും വ്യാപാര ലാഭവും പ്രവർത്തന സൗകര്യങ്ങളും അനുസരിച്ച് യാത്രയുടെ ലക്ഷ്യസ്ഥാനം മാറ്റാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അഫ്രാമാക്സ് ടാങ്കറായ പിങ് ഷൂൺ ആദ്യം ഗുജറാത്തിലെ വാദിനാർ ലക്ഷ്യമിട്ടെങ്കിലും പിന്നീട് ഇത് ചൈനയിലെ ഡോങ്കിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ തള്ളി മന്ത്രാലയം തന്നെ നേരിട്ട് രംഗത്ത് വന്നത്. 2019 ശേഷം ഇന്ത്യയിലേക്കുള്ള ആദ്യ ഇറാനിയൻ ക്രൂഡ് കയറ്റുമതി കൂടിയാണത്.